അവിടെ നടക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വിഷയമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് കേസിൽ കോടതിയിൽ ഹാജരാകാനായിട്ട് നിൽക്കുന്ന ഈ നെതന്യാഹു എന്ന് പറയുന്ന ആളിന് നിരന്തരം തെരഞ്ഞെടുപ്പുകളെ ജയിച്ച് ഈ കോടതിയിൽ നിന്നും മാറി നിൽക്കാനുള്ള തന്ത്രം മാത്രം. കുറെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ഇങ്ങനെ വരുന്നു, അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നു. അതൊന്നും വിശ്വസനീയമായ വാർത്തയാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും യുദ്ധം മുന്നോട്ട് പോകും തോറും അത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും, ഇസ്രായേലിന് നഷ്ടങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വാസ്തവത്തിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കഴിയത്തില്ല. കാരണം ഇവരെല്ലാം അവരുടെ ആശ്രിത രാജ്യങ്ങളാണ്. അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് 66 അന്തർദേശീയ സംഘടനകളിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയത്. നേരത്തെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ പിന്മാറി. എന്ന് പറഞ്ഞാൽ അന്തർദേശീയമായിട്ട് നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുക എന്ന് പറയുന്ന ഒരു വിനോദമാക്കി മാറ്റിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. എന്താ കാര്യം? ഞാൻ പറയുന്ന അനുസരിച്ച് ലോകം മുന്നോട്ട് പോകണം, അതല്ലെങ്കിൽ ഞാൻ ആ രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന തരത്തിലേക്ക് പോയാൽ ഈ ലോകം എവിടെ ചെന്ന് നിൽക്കും? ഏത് ഭരണാധികാരിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും? ട്രംപിന്റെ ഈ രാഷ്ട്രീയത്തെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ, നിർത്തിയില്ലെങ്കിൽ ലോകം അസമാധാനത്തിന്റെയും അശാന്തിയുടെയും വലിയ യുദ്ധങ്ങളുടെയും കേന്ദ്രമായി മാറും. വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ആന്റണി സാർ ഒപ്പമുണ്ട്. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹോർമുസിന്റെ കാര്യമാണ് ചർച്ച ചെയ്തത്. ഇനി ഈ യുദ്ധം നീളുന്നത് ഇറാനെ പോലെ ഇസ്രയേലിനെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇറാനിൽ വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പല നേതാക്കളും വധിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേലിൽ നിന്ന് വാർത്തകൾ പുറത്തു പോകാതെ അവർ നോക്കുന്നത് കൊണ്ട് കൃത്യമായ നാശനഷ്ടത്തിന്റെ കണക്ക് നമുക്ക് ലഭ്യമല്ല. സാർ അത് ഫസ്റ്റ് എപ്പിസോഡിൽ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് നെതന്യാഹു ജീവനോടെ ഇല്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നീട് നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവായി നിരവധി വീഡിയോകൾ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ പൊതുമധ്യത്തിൽ കാണുന്നില്ല എന്ന പരാതി ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇസ്രായേലിൽ അത്ര പന്തിയല്ലേ കാര്യങ്ങൾ? ഈ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ വാസ്തവത്തിൽ പ്രതിസന്ധിയിലാണ്. അത് 2022 ഈ ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. ആ രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ആയുധ വ്യാപാരത്തിലൂടെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. ഒന്ന്. മറ്റൊന്ന്, അവര് എന്താ പറയുന്നത്, ആ രാജ്യത്തുള്ള വിനോദസഞ്ചാരി ടൂറിസം ആ രാജ്യത്തിന്റെ മറ്റൊരു വരുമാന മാർഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് ടെക്നോളജിയുടെ വ്യാപാരം, അതുപോലെ തന്നെ ടൂറിസം മുതലായ മേഖലയിലൂടെയാണ് ആ രാജ്യത്തിന്റെ സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഈ മേഖലയിലെല്ലാം ഈ ആയുധം ഉണ്ടാക്കി അവർക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു, അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ വിനോദസഞ്ചാരം ദുർബലമായിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് അവിടുത്തെ ബജറ്റുകൾ തന്നെ വെട്ടിച്ചുരുക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അവിടെ നടക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വിഷയമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് കേസിൽ കോടതിയിൽ ഹാജരാകാനായിട്ട് നിൽക്കുന്ന ഈ നെതന്യാഹു എന്ന് പറയുന്ന ആളിന് നിരന്തരം തെരഞ്ഞെടുപ്പുകളെ ജയിച്ച് ഈ കോടതിയിൽ നിന്നും മാറി നിൽക്കാനുള്ള തന്ത്രം മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടുത്തെ ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നു, ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു, മാധ്യമങ്ങളെ വായ്മൂടി കെട്ടാനായിട്ട് ശ്രമിക്കുന്നു, ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധങ്ങളായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്കത് വിശ്വസനീയമായ വാർത്തകളൊന്നുമല്ല. കുറെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ഇങ്ങനെ വരുന്നു, അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നു. അതൊന്നും വിശ്വസനീയമായ വാർത്തയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ആ വാർത്തകൾക്ക് ശേഷം അദ്ദേഹത്തെ പൊതു രംഗത്തൊന്നും കണ്ടില്ല. ഇന്നിപ്പം ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറഞ്ഞത് തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയാണ്, ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയാണ് ആ വാർത്ത. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ ഇദ്ദേഹം തന്നെയാണ് വന്ന് പ്രഖ്യാപിക്കുക. അത് അദ്ദേഹം വന്നിട്ടില്ല. അത് ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സെജ്ജിൽ മിസൈലുകൾ എടുത്ത് ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഉടനെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന സൂചനയാണോ ഇറാൻ നൽകുന്നത്? അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ യുദ്ധമാണ്. അവർക്ക് രണ്ട് കാര്യങ്ങളിൽ അവർ വളരെ ശക്തമാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരത്തിലുണ്ട്. 2 ഡ്രോണുകളുണ്ട്.
വളരെ പെട്ടെന്ന് ഈ ഡ്രോണുകൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും വിടാനുള്ള സാഹചര്യമുണ്ട്. ഇവയൊക്കെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. സ്പീഡ് ബോട്ടുകൾ, ചെറിയ സ്പീഡ് ബോട്ടുകൾ, വളരെ വലിയ നാശം കപ്പലുകൾക്ക് വിതയ്ക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ടുകളുണ്ട്. അപ്പൊ സ്പീഡ് ബോട്ടുകൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഇറാൻ ഉണ്ട്. അതിനെ തകർക്കാനാണ് അമേരിക്ക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് കഴിയുന്നിടത്തോളം കാലം ഇതിനെതിരായിട്ടുള്ള പോരാട്ടം അവരെല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തും. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഭാഗത്ത് ആർക്കെല്ലാം എതിരായി എവിടെയെല്ലാം നടത്തും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് നിശ്ചയമില്ലാത്തത്. തീർച്ചയായിട്ടും യുദ്ധം മുന്നോട്ട് പോകും തോറും അത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും, ഇസ്രായേലിന് നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേലിന്റെ നഷ്ടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് അറിയാൻ കഴിയാത്തത് അവിടുത്തെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന കർശനമായ നിയന്ത്രണം അവിടുത്തെ ഭരണകൂടം അവർക്ക് മുകളിൽ ചെലുത്തിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിഷ്വൽസിലൂടെ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മിസൈലുകൾ പതിക്കുന്നുണ്ട്. ഈ മിസൈലുകൾ പതിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അറിയുന്നത് ഏതാണ്ട് 10-13 ആളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന വിവരം മാത്രമാണ് വരുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ഇസ്രായേലികൾ തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. സാറും നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുതായി സൂചിപ്പിച്ചു പോയി ഈ അറബ് രാജ്യങ്ങളുടെ കാര്യം. ശരിക്കും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ ബലിയാടായത് GCC രാജ്യങ്ങളാണ്. ഇതിൽ അമേരിക്കയുടെ ഇവർക്ക് അമർഷമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അറബ് രാജ്യങ്ങൾ ഈ യുദ്ധശേഷം, ഇപ്പോൾ യുദ്ധം തുടരുന്നു, യുദ്ധം അവസാനിച്ച ശേഷം അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? നമ്മളിവിടെ സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നത് ഈ യുദ്ധവും അതിൻ്റെ ദുരന്തങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ട് എന്നാണ്. ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളാണ് വാസ്തവത്തിൽ ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അവരിത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന, ലോകം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അമേരിക്കയുടെ വാസൽ രാജ്യങ്ങളാണ്, ആശ്രിത രാജ്യങ്ങളാണ് വാസ്തവത്തിൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അമേരിക്കയുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളായി പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം രാജാക്കന്മാരാണ്, ഷെയ്ഖ്ഡംസ് ആണ്, ഏകാധിപത്യ ഭരണങ്ങളാണ് അവിടെ എല്ലാം നടക്കുന്നത് രാജാക്കന്മാരുടെ കീഴിലുള്ള. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജാക്കന്മാരുടെ ഭരണത്തെ സംരക്ഷിച്ചു നിർത്തുന്ന എല്ലാവിധത്തിലുള്ള സംരക്ഷണ നടപടികളും ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വാസ്തവത്തിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കഴിയത്തില്ല. കാരണം ഇവരെല്ലാം അവരുടെ ആശ്രിത രാജ്യങ്ങളാണ്. അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അവരിപ്പോ പറയുന്നുണ്ട്, ഈ യുദ്ധം നടക്കുമ്പോൾ ഇറാനെതിരായി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായി ഇറാൻ ആക്രമണം നടത്തുന്നത് ഈ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളെയാണ്. പശ്ചിമേഷ്യ സൈനിക താവളങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ലക്ഷ്യം തെറ്റി എണ്ണ കേന്ദ്രങ്ങളിൽ വീഴുന്നുണ്ട്, വിമാനത്താവളങ്ങളിൽ വീഴുന്നുണ്ട്, പോർട്ടുകളിൽ വീഴുന്നുണ്ട്, ജനവാസ കേന്ദ്രങ്ങളിൽ വീഴുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ദുരന്ത ഫലം, ഇതിന്റെ എല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ്, എന്ന് മാത്രമല്ല അമേരിക്കയെ ഇനി അധികം ആശ്രയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് സൗദി അറേബ്യ ഭരണകൂടത്തിനുൾപ്പെടെ വന്നിട്ടുണ്ട്. ആ സൗദി അറേബ്യ ഭരണകൂടത്തിനുൾപ്പെടെ വന്നുകൊണ്ടാണല്ലോ ഈ അമേരിക്കയുടെ സുരക്ഷാ അംബ്രല്ലയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യം ഈ പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കരാറുണ്ടാക്കി, ഒരു ആണവ സഹകരണ കരാറാണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഈ സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഈ സൗദി അറേബ്യക്ക് നൽകും. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് സൗദി അറേബ്യ ഉൾപ്പെടെ, ഏറ്റവും വലിയ ശക്തമായ രാജ്യമായ സൗദി അറേബ്യ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ യുദ്ധം കഴിയുമ്പോൾ ഈ അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വളരെ നിർണായകമായ ചില ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ലോകത്ത് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുമോ? ലോകക്രമം മാറിമറിയുമോ? അതുമാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്കെല്ലാം അറിയാം ഒരു ഭരണ വ്യവസ്ഥയുണ്ട്. ആ ഭരണവ്യവസ്ഥയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമുണ്ട്, നീതിന്യായ കോടതിയുണ്ട്, പാർലമെന്റ് ഉണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, മാധ്യമങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഈ രാജ്യം നിയമപ്രകാരമുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ചട്ടപ്രകാരമാണ് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് പോവുക. എന്നാൽ അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുള്ള ഐക്യരാഷ്ട്ര സംഘടനയിൽ 193 അംഗങ്ങളുണ്ട്. അത്തരം 193 അംഗങ്ങൾ, അല്ലെങ്കിൽ ഏതാണ്ട് 200ഓളം രാജ്യങ്ങൾ അടങ്ങുന്നതാണ് അന്തർദേശീയ സമൂഹം. ഈ 200ഓളം രാജ്യങ്ങളെ ആരാ ഭരിക്കുന്നത്? 200ഓളം രാജ്യങ്ങളെ ഭരിക്കാൻ വാസ്തവത്തിൽ ഒരു ഭരണകൂടം ഇല്ല.
കാരണം ഇവരെല്ലാം സ്വമേധയാ സമ്മതിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ അന്തർദേശീയ സമൂഹം ഇങ്ങനെ നിലനിൽക്കുന്നത്. എന്താണത്? ഒന്ന്, ഓരോ രാജ്യങ്ങളും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയാവട്ടെ, അതുപോലെ 140 കോടി ജനങ്ങളുള്ള ചൈനയാവട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ശക്തിയായിട്ടുള്ള അമേരിക്ക ആവട്ടെ, ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള റഷ്യ ആവട്ടെ, ഇവരെല്ലാവരും ഈ ചെറിയ 10,000 ജനസംഖ്യയുള്ള 50,000 ജനസംഖ്യയുള്ള നൗരു, പലാവു പോലെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കും. ഓരോ രാജ്യവും അവരുടെ ജനസംഖ്യ എന്താവട്ടെ, സമ്പത്ത് എന്താവട്ടെ, ഭൂമിശാസ്ത്രം എന്താവട്ടെ, അതൊന്നും പരിഗണിക്കാതെ ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരം, സോവറിറ്റി ഞങ്ങൾ അംഗീകരിക്കും. ഒന്ന്. രണ്ട്, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു രാജ്യം ആവശ്യമില്ലാതെ ഇടപെടില്ല. ഈ പറഞ്ഞ 2-3 അടിസ്ഥാന പ്രമാണങ്ങളിലാണ് ലോക സമൂഹം നിലനിൽക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് അങ്ങനെ ഈ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ചില ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക സമൂഹം മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം അഥവാ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് അമേരിക്ക തന്നെയാണ് പലപ്പോഴും. അപ്പൊ ഈ റൂൾസ് ബേസ്ഡ്, അതായത് ഈ ലോകത്തെ നയിക്കുന്ന ചില ചട്ടങ്ങളാണ്, ചില റൂളുകളാണ്. അപ്പൊ അത് എല്ലാവരും അനുസരിക്കുന്നുകൊണ്ടാണ് ലോകം ഇങ്ങനെ നിൽക്കുന്നത്. ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ? ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയെ ഇല്ലാതെയാക്കി. ഐക്യരാഷ്ട്ര സംഘടന അദ്ദേഹത്തിന് മുന്നിൽ ഒരു വിഷയമേ അല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം WHO, ആ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി. അദ്ദേഹം WTO എന്ന് പറയുന്ന ലോകത്തിലെ വ്യാപാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ ഇല്ലാതാക്കി എന്ന് വെച്ചാൽ അതിലെ അവിടുത്തെ അപ്പലേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നതിനെ നിയമിക്കാൻ കോൺസെൻസസിലാണ് നിയമിക്കേണ്ടത്. ഇതിനെ അനുവദിക്കാനായിട്ട് അമേരിക്ക തയ്യാറാവുന്നില്ല എന്നതുകൊണ്ട് ഈ അപ്പലേറ്റ് ജഡ്ജിമാരെ നിയമിക്കാൻ കഴിയുന്നില്ല. അപ്പലേറ്റ് ജഡ്ജിമാരെ നിയമിക്കാൻ കഴിയാത്തതുകൊണ്ട് WTO പ്രവർത്തിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് 66 അന്തർദേശീയ സംഘടനകളിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയത്. നേരത്തെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ പിന്മാറി. എന്ന് പറഞ്ഞാൽ അന്തർദേശീയമായിട്ട് നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുക എന്ന് പറയുന്ന ഒരു വിനോദമാക്കി മാറ്റിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. എന്താ കാര്യം? അപ്പൊ എന്ന് പറഞ്ഞാൽ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ഇല്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? ഫോഴ്സ് ബേസ്ഡ് വേൾഡ് ഓർഡർ ആണ്. അതായത് ചട്ടപ്രകാരമുള്ള ലോകക്രമം മാറ്റിയിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇഷ്ടപ്രകാരമുള്ള ലോകക്രമം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നുള്ള മൈറ്റ് ഈസ് റൈറ്റ്, ഫോഴ്സ് ബേസ്ഡ്, ബലപ്രയോഗത്തിൽ, ബലാധിഷ്ഠിതമായ ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അതായത് ഞാൻ തീരുമാനിക്കും, ഞാൻ ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സൈനിക ശക്തിയുണ്ട്, എനിക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയുണ്ട്, ഞാൻ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഞാൻ പറയുന്നത് കേൾക്കണം എന്ന ചിന്തയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ നമുക്കറിയാം 2025 താരിഫ് ഏർപ്പെടുത്തി ലോക സമ്പദ് വ്യവസ്ഥ മുഴുക്കെ അരാജകാവസ്ഥയിലാക്കി. ഇന്നും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ലോകം കരകയറിയിട്ടില്ല. അങ്ങനെ കരകയറാതിരിക്കുമ്പോഴാണ് ജനുവരി മാസം വെനസ്വേല ഇടപെടുന്നു, ഫെബ്രുവരി മാസം ഇറാനിൽ ഇടപെടുന്നു, ഇനി ക്യൂബയിൽ ഇടപെടാൻ പോകുന്നു, പിന്നെ കാനഡയെ അദ്ദേഹം ഒരു സംസ്ഥാനമാക്കുമെന്ന് പറയുന്നു. അപ്പൊ ആ തരത്തിൽ എനിക്ക് എന്താണോ ആഗ്രഹം, ഞാൻ പറയുന്ന അനുസരിച്ച് ലോകം മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ ഞാൻ ആ രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന തരത്തിലേക്ക് പോയാൽ ഈ ലോകം എവിടെ ചെന്ന് നിൽക്കും? ഏത് ഭരണാധികാരിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും? എങ്ങനെ ലോകം മുന്നോട്ട് പോകും സമാധാനത്തോടെ? അപ്പൊ ലോകത്തെ അരാജകാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇന്നിപ്പോ അമേരിക്ക ഇത് ചെയ്താൽ, അമേരിക്ക ബലപ്രയോഗത്തിലൂടെ ക്യൂബയെ പിടിച്ചെടുത്താൽ, അല്ലെങ്കിൽ വെനസ്വേലയെ പിടിച്ചെടുത്താൽ, നാളെ ചൈനയ്ക്ക് പിന്നെ തായ്വാനെ പിടിച്ചെടുക്കാം. സൗത്ത് ചൈന സീയിലൂടെ ആരും പോകരുമെന്ന് പറയാം. അപ്പൊ ഈ തരത്തിൽ അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സൈനിക സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈന ഇത് ചെയ്യും. ബാക്കിയുള്ള രാജ്യങ്ങളും അതിന്റെ അടുത്തുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്കെതിരെ ഇങ്ങനെ നീങ്ങിത്തുടങ്ങിയാൽ ലോകം ഒരു ഭ്രാന്താലയമായിട്ട് മാറും, ലോകം ഒരു കാട്ടാള ലോകമായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു രാക്ഷസ ലോകമായി ഈ ലോകത്തെ മാറ്റി തീർക്കുന്നതിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ ഈ രാഷ്ട്രീയത്തെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ, നിർത്തിയില്ലെങ്കിൽ ലോകം അസമാധാനത്തിന്റെയും അശാന്തിയുടെയും വലിയ യുദ്ധങ്ങളുടെയും കേന്ദ്രമായി മാറും.